ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഡിസംബർ 20 പുലർച്ചെ ബംഗളൂരുവിന് സമീപത്തെ യഹലങ്കയിലെ 2 കോളനികൾ ബുൾഡോസർ കൊണ്ട് തകർത്തപ്പോൾ 3000-ഓളം മനുഷ്യരാണ് തങ്ങളുടെ കൂരകളിൽ നിന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. കൊടും തണുപ്പിൽ ഗർഭിണികളും കുട്ടികളും വൃദ്ധരും രോഗികളുമെല്ലാം അടങ്ങിയ ആ ജനസഞ്ചയം ഇനി എവിടെ കഴിയുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും അറിയാതെ നിസ്സഹായരായി. ദൈവത്തെ ഓർത്ത് പറയൂ, ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകണം, താമസിക്കാൻ ഒരിടം തരൂ എന്ന് പലരും കരഞ്ഞു. കൊഗിലു ഗ്രാമത്തിലെ ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലും ബുൾഡോസറുകൾ എത്തിയത് പുലർച്ചെ 4 മണിക്കാണ്. വീടുകളെന്ന് പറയാൻ കഴിയില്ലെങ്കിലും 300-ലേറെ കുടുംബങ്ങൾ കുറേ കാലമായി താമസിച്ചിരുന്ന വാസസ്ഥാനങ്ങൾ തകർന്ന് മൺകൂനകളായി മാറി. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് പോലീസ് സംരക്ഷണത്തോടെ ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലും വീടുകൾ പൊളിച്ചു മാറ്റിയത്. അനുമതിയില്ലാതെയാണ് താമസക്കാർ വീടുകൾ നിർമ്മിച്ചതെന്ന് GBA ഉദ്യോഗസ്ഥർ പറയുന്നു. ഗവൺമെൻറ് സ്കൂളിന് സമീപമുള്ള കുളത്തോട് ചേർന്നുള്ള ഭൂമിയാണ് താമസക്കാർ കയ്യേറിയതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്നും ആന്ധ്രാപ്രദേശിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയവരാണ് കയ്യേറ്റക്കാരിൽ ഭൂരിഭാഗമെന്നും അവർ ആരോപിക്കുന്നുണ്ട്. കുടിയൊഴിയാൻ നോട്ടീസ് നൽകിയിരുന്നുവെന്നും അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒഴിപ്പിച്ചതെന്നും ന്യായീകരണവുമുണ്ട്. വാദത്തിന് അവർ പറയുന്നത് അംഗീകരിക്കാം. പക്ഷേ തണുത്തുറയുന്ന മഞ്ഞുകാലത്ത് ഒരു കീറപ്പുതപ്പ് പോലും എടുക്കാൻ അനുവദിക്കാതെ അവരെ തെരുവിലിറക്കിയത് എത്രമാത്രം മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ്. ഒഴിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് കഴിയാനൊരിടം കണ്ടെത്തി കൊടുക്കാൻ അധികൃതർക്ക് കഴിയാതിരുന്നതെന്താണ്? കുട്ടികളും വൃദ്ധരും രോഗികളും ഉൾപ്പെടെയുള്ള ഈ മനുഷ്യർ എവിടെ അഭയം കണ്ടെത്തും? ആരാണ് ഈ വീടുകളിൽ കഴിഞ്ഞിരുന്നവർ? ഭിക്ഷയെടുത്ത് അന്നന്നത്തെ അന്നം കണ്ടെത്തുന്നവർ, തെരുവുകളിൽ പാട്ടുപാടി വരുമാനം കണ്ടെത്തുന്ന കുട്ടികൾ, ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നവർ, കൂലിവേല ചെയ്ത് ജീവിക്കുന്നവർ, തൊഴിലെടുക്കാൻ കഴിയാതെ വൃദ്ധരും രോഗികളുമായവർ, ഇവരാണ് ഈ ചേരികളിൽ താമസിച്ചിരുന്നവരിൽ അധികവും. അവർക്കിടയിലും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസ രേഖകളും പുസ്തകങ്ങളും മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണിനടിയിലാക്കി. 25-30 വർഷമായി അവിടെ കഴിയുന്നവരുണ്ട്. മുസ്ലിങ്ങളും ദലിതരും ദരിദ്ര പിന്നോക്കക്കാരുമാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഏറെ പേരും. നിസ്സഹായരായ മനുഷ്യർ. കഴിഞ്ഞ 10 വർഷമായി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ബുൾഡോസറുകൾ നിസ്സഹായരായ മനുഷ്യരുടെ വീടുകൾ തകർത്തിട്ടുണ്ട്. വീടുകൾ കൂട്ടമായും ഒറ്റയ്ക്കും തകർത്തിട്ടുണ്ട്. ബുൾഡോസർ രാജ് എന്ന് കുപ്രസിദ്ധമായ ആ അതിക്രമങ്ങൾ നടത്തിയത് പക്ഷേ BJP സർക്കാരുകളായിരുന്നു. കുടിയേറ്റം ഒഴിപ്പിക്കൽ മാത്രമല്ല, കുറ്റം ചെയ്തുവെന്ന് കോടതികൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കേസുകളിലെ പ്രതികളുടെ വീടുകൾ പോലീസ് ഇടിച്ചു നിരത്തുകയും ചെയ്തു. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഡൽഹിയിലും മധ്യപ്രദേശിലുമാണ് ഇത് കൂടുതലും നടന്നത്. മനുഷ്യത്വരഹിതവും ഭരണഘടനാവിരുദ്ധവുമാണ് ബുൾഡോസർ നീതി എന്നാണ് 2024 നവംബറിൽ സുപ്രീം കോടതി ഇതിനെ വിമർശിച്ചത്. ബുൾഡോസർ രാജിനെതിരെ ശബ്ദമുയർത്തിയ പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്ന് കോൺഗ്രസ്സാണ്. ഈ നടപടികളുടെ പേരിൽ യോഗി ആദിത്യനാഥിനെ ബുൾഡോസർ ബാബ എന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനെ ബുൾഡോസർ മാമ എന്നും പരിഹസിച്ചത് പ്രതിപക്ഷ പാർട്ടികളായിരുന്നു. 2024 മെയ്യിലാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ മുസ്ലിം ദലിത് വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ചേരികൾ ബുൾഡോസർ ഉപയോഗിച്ച് BJP സർക്കാർ പൊളിച്ചത്. അനധികൃത കയ്യേറ്റക്കാരെന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെന്നും ആരോപിച്ചാണ് ആയിരക്കണക്കിന് ആളുകളെ തെരുവിലിറക്കിയത്. ദലിതർക്കും പിന്നോക്കക്കാർക്കും പാവപ്പെട്ടവർക്കും ബുൾഡോസറും അദാനിക്ക് 1 രൂപയ്ക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുമെന്നതാണ് ഗുജറാത്ത് മോഡൽ എന്നാണ് അന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 2025 ജൂലൈ 25 ഡൽഹിയിലെ അശോക് വിഹാറിൽ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഇടിച്ചു നിരത്തിയ ജയിലർവാല ബാഗിലെയും വസീർപൂരിലെയും ചേരികൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഭരണനിർവഹണത്തിൻ്റെ പേരിലുള്ള അതിക്രമമാണ് BJP സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും കുട്ടികളുടെയും ബന്ധുക്കളുടെയും വീടിൻ്റെ മേൽക്കൂരകൾ തകർക്കുകയും 1 നിമിഷം കൊണ്ട് നിങ്ങൾ വീടില്ലാത്തവരായി മാറുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തു തോന്നുമെന്ന് അദ്ദേഹം BJPക്കാരോട് ചോദിച്ചു. തകർക്കപ്പെട്ടത് കേവലം വീടുകളല്ല, അവരുടെ സ്വപ്നങ്ങളും അന്തസ്സും ജീവിതോപാധിയുമാണ് എന്ന് രാഹുൽ ഓർമ്മപ്പെടുത്തി. പക്ഷേ
രാഹുലിൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ ബി ജെ പിക്കാർക്ക് മാത്രമല്ല, കർണാടകം ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിൻ്റെയും കോൺഗ്രസ് സർക്കാരിനും മനസ്സിലായില്ല. ബി ജെ പി സർക്കാരുകളുടെ അതേ മാതൃകയിലുള്ള ബുൾഡോസർ രാജാണ് കോൺഗ്രസ് സർക്കാരും നടപ്പാക്കിയത്. അധികാരം പ്രയോഗിക്കുന്നതിൽ പാർട്ടി ഭേദമില്ല എന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ദലിതരോ ആദിവാസികളോ മുസ്ലിങ്ങളോ കഴിയുന്ന കോളനികളും ചേരികളും ഇടിച്ചു നിരപ്പാക്കാൻ ബി ജെ പിയെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും മടിക്കില്ല. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ മറക്കരുതാത്ത ഒരു പഴയ ബുൾഡോസർ രാജ് കൂടി ഓർമ്മിപ്പിക്കാം. 1976 അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് അത് നടപ്പാക്കിയത്. ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിലെ ചേരികളിൽ കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് ആളുകളെ നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചു. മന്ത്രി പദവിയോ മറ്റധികാരങ്ങളോ ഇല്ലാതിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ചേരി നിവാസികൾ അതിനെ സ്വാഭാവികമായും പ്രതിരോധിച്ചു. പോലീസ് വെടിവെപ്പിൽ കുറച്ചു പേർ മരിച്ചു. എത്ര പേർ മരിച്ചുവെന്നതിന് കൃത്യമായ കണക്കില്ല. 6 മുതൽ 20 വരെ എന്നാണ് കണക്കുകൾ പറയുന്നത്. പലരെയും കൊന്നു കുഴിച്ചുമൂടിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അടിയന്തരാവസ്ഥക്കാലത്തെ പ്രസ് സെൻസർഷിപ്പുകൾ കാരണം വാർത്തകൾ പോലും വ്യക്തമായി പുറത്തു വന്നില്ല. പിന്നീട് അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ഷാ കമ്മീഷൻ സഞ്ജയ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ജഗ്മോഹനുമാണ് അതിക്രമത്തിന് ഉത്തരവാദികളെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പതനം തുടങ്ങിവെച്ച അടിയന്തരാവസ്ഥക്കാലത്തെ നിഷ്ഠൂര സംഭവമായാണ് തുർക്കുമാൻ ഗേറ്റ് ഒഴിപ്പിക്കൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു ഈ സംഭവം. 77 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇന്ദിരയും സഞ്ജയും തോറ്റു. കർണാടകത്തിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയത് തുർക്കുമാൻ ഗേറ്റിൻ്റെ ചെറുപതിപ്പാണ്. ബി ജെ പിയുടെ ബുൾഡോസർ രാജ് ആവർത്തിക്കുന്ന കർണാടകത്തിലെ കോൺഗ്രസ്സിന് 40 വർഷത്തിന് ശേഷവും ആ പാഠം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബി ജെ പിയുടെ ജനവിരുദ്ധതയ്ക്കെതിരായ ജനവികാരമാണ് കർണാടകത്തിൽ കോൺഗ്രസ്സിനെ അധികാരത്തിലെത്തിച്ചത്. ബി ജെ പി നടപ്പാക്കുന്ന ബുൾഡോസർ രാജും ജനവിരുദ്ധതയും ആവർത്തിക്കപ്പെട്ടാൽ അതേ വിധി തന്നെയാകും കോൺഗ്രസ്സിനെയും കാത്തിരിക്കുന്നത്. അത് തിരിച്ചറിയാനും തിരുത്താനും അവർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.